Question number 5. A pentagonal pyramid of side of base 30 mm, height 65 mm has its base on the ground and one of its base edge is parallel to and nearer to VP. This pyramid is cut by a section plane perpendicular to VP passing through a point on the axis which is 20 mm below the apex and making an angle of 40 degree with HP. Draw the front view, sectional top view and true shape of the section. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പെൻറ്റഗണൽ പിരമിഡാണ് സോൾവ് തന്നിരിക്കുന്നത്. പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് അതേ ചോദിക്കൂ. അത് തന്നെ എങ്ങനെയാണ് നോക്കുക. വൺ ബേസ് എഡ്ജ് പാരലൽ ടു വി പി. ഓക്കെ, അപ്പോൾ ഒരു ബേസ് എഡ്ജ് വി പിക്ക് പാരലാണ്. അങ്ങനെ വി പിക്ക് പാരലായിട്ട് വി പിക്ക് നിയർ ആയിട്ടും കൊണ്ടുവെക്കാം, വി പിക്ക് എവേ ആയിട്ടും കൊണ്ടുവെക്കാം. ബട്ട് ഈ പ്രോബ്ലത്തിൽ ക്ലിയർ ആയി തന്നിരിക്കുകയാണ് വൺ ബേസ് എഡ്ജ് പാരലൽ ടു വി പി ആൻഡ് നിയറർ ടു ഇറ്റ്. അതുകൊണ്ട് വൺ ബേസ് എഡ്ജ് ഇ ഡി എക്സ് വൈ ലൈന് പാരലൽ എക്സ് വൈ ലൈൻ നിയർ ആയിട്ട് വേണം ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ. ഓക്കെ, അങ്ങനെ പെൻറ്റഗൺ 108 ഡിഗ്രി എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്തു. പെൻറ്റഗൺ പിരമിഡാണ്. ഒ കണ്ടെത്തുക, അതായത് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. ഒ എ, ഒ ബി, ഒ സി, ഒ ഡി, ഒ ഇ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. എ ഡാഷ്, ഒ ഡാഷ് ആൻഡ് സി ഡാഷ്. ബി ഡാഷ് ഒ ഡാഷ് ഈക്വൽ ടു 65 mm. അത് ആക്സിസിൻ ലെങ്ത് 65 mm തന്നു. ഇവിടെ ഈ ഇയും ഡിയും എവേ ആണ്. അതുകൊണ്ട് ഇ ഡാഷ് ഒ ഡാഷ് ആൻഡ് ഡി ഡാഷ് ഒ ഡാഷ് ഇൻവിസിബിൾ ലൈനാണ്. ഇവിടെ ആക്സിസും ബി ഒയും കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് ബി ഡാഷ് ഒ ഡാഷ് വിസിബിൾ ലൈനായിട്ടാണ് വരയ്ക്കുന്നത്. ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നോക്കേണ്ടത് ഏതാണ് സെക്ഷൻ പ്ലെയിൻ. സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത് ഏത് വഴിയാണ്, ഏത് പോയിന്റിലൂടെയാണ്, ഇതാണ് അടുത്ത് നോക്കേണ്ടത്. ഇവിടെ സിമ്പിളാണ് തന്നിരിക്കുന്നത്. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ 40 ഡിഗ്രി വിത്ത് എച്ച് പി. അതായത് എച്ച് പി ആയിട്ട് ഇൻക്ലൈൻഡ് ആണ്. എച്ച് പി ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് പാസ് ചെയ്യുന്നത് 20 mm ബിലോ അപ്പെക്സ്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിലാണ് സെക്ഷൻ ലൈൻ കിട്ടുക. അപ്പോൾ ഓ ഡാഷിൽ നിന്ന് 20 mm ബിലോ ആയിട്ട് ആക്സിസിൽ ഒരു പോയിന്റ്, ഇവിടെ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. ഇതിലൂടെ ഒരു ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക്, ഈ ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ 40 ഡിഗ്രിയിൽ സെക്ഷൻ ലൈൻ വരയ്ക്കുക. ഇവിടെ ഡയറക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് രണ്ടും ആൻസറാണ്. അങ്ങനെ ഞാനിവിടെ ഈ ഡയറക്ഷനിലേക്കാണ് എടുത്തിരിക്കുന്നത്. സെക്ഷൻ ലൈൻ വരയ്ക്കുന്നു. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 ആൻഡ് 5 പോയിൻറ്റ്സ് കിട്ടും. ഫസ്റ്റ് പോയിൻറ്റ് 1 ഡാഷ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഈ പോയിൻ്റാണ്. ഇത് ബാക്കിലാണ്. ഓക്കെ, അതുകൊണ്ട് വിസിബിൾ അല്ല. വിസിബിളായി കിടക്കുന്ന പോയിൻ്റ് ഇതാണ്, അതായത് ഈ പോയിൻ്റ് 2 എന്ന് കൊടുത്തു. അങ്ങനെ നെക്സ്റ്റ് 3 ഡാഷ് വിസിബിൾ പോയിൻറ്റ്, 4 ഡാഷ് ആൻഡ് 5 ഡാഷ് ഇൻവിസിബിൾ. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. ഇത് 1 ഡാഷ്, ഇത് 2 ഡാഷ്, ഇത് 3, 4, 5 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർഡറിലായിരിക്കില്ല എന്ന് മാത്രം, ബട്ട് ആൻസറൊക്കെ കിട്ടും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്തു ഫ്രണ്ട് വ്യൂവിൽ. ഇനി ഈ സെക്ഷൻ പോയിൻറ്റ്സിനൊക്കെ ടോപ്പ് വ്യൂ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യണം. 1 ഡാഷ് എ ഡാഷ് ഒ ഡാഷിലാണ്, അതുകൊണ്ട് 1 എ ഒയിലായിരിക്കും. 1 കിട്ടി. നെക്സ്റ്റ് പോയിൻറ്റ് 2 ബി ഡാഷ് ഒ ഡാഷിലാണ്, അതുകൊണ്ട് 2 ബി ഒയിലാണ്. ബട്ട് ഇതൊക്കെ ഒരു ലൈനിലായതുകൊണ്ട് ഇതിൻ്റെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ 2-1 കണ്ടെത്തി. O21 റേഡിയസിൽ ആർക്ക് വരച്ച് 2 ലൊക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്, ആ വീഡിയോ പോയി കാണുക ഈ കൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആയില്ലെങ്കിൽ. നെക്സ്റ്റ് പോയിൻറ്റ് 3 ആണ്. 3 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ 3 ഇവിടെ കിട്ടും. പിന്നെ 4 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ ഒ ഡിയിൽ കിട്ടും 4. 5 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ 5 ഡാഷ് ഓൺ ഒ ഡാഷ് ഇ ഡാഷ്. ദർഫോർ ടോപ്പ് വ്യൂ 5 ഒ ഇയിലായിരിക്കും. അപ്പോൾ ഇവിടെ 5 കിട്ടി. 1, 2, 3, 4, 5 ജോയിൻ ചെയ്യാം. തിൻ ലൈൻ യൂസ് ചെയ്ത് 45 ഡിഗ്രി ലൈൻ യൂസ് ചെയ്ത് സെക്ഷൻ ലൈൻസ്, ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുക. അങ്ങനെ സെക്ഷണൽ ടോപ്പ് വ്യൂ കഴിഞ്ഞു. ഇനി ട്രൂ ഷേപ്പ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. അതിലേക്ക് ഈ 5 പോയിൻറ്റ്സ് നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഈ ലൈൻസൊക്കെ പാരലൽ ആയിരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. പലരും പാരൽ ലൈൻസ് വരയ്ക്കും, ബട്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കില്ല. എന്നിട്ട് ഇതിലെ 1 എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് വൈ ലൈനിൽ നിന്ന് 1ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കോമ്പസിലൂടെ കട്ട് ചെയ്യാം. അതേപോലെ എക്സ് വൈ ലൈനിൽ നിന്ന് 5ലേക്കുള്ള ഡിസ്റ്റൻസ് 5ൻ്റെ ലൈനിൽ, എക്സ് വൈ ലൈനിൽ 2ലേക്കുള്ള ഡിസ്റ്റൻസ് 2ൻ്റെ ലൈനിൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രൂ ഷേപ്പ് 1, 2, 3, 4, 5 കിട്ടും. അതിനെയും ഹാച്ച് ചെയ്യാം. ഓക്കെ, ഡയമെൻഷൻ ചെയ്യാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് പലതവണ ചോദിച്ച ക്വസ്റ്റ്യനുമാണിത്. നമുക്കിതിൻ്റെ ആൻസർ കീ നോക്കാം. ആൻസർ കീയിൽ ഇവിടെ വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് പാരലായി ഇവിടെ വരച്ചിട്ട് ഇവിടെയാണ് ട്രൂ ഷേപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സ്കീം ഓഫ് വാല്യുവേഷൻ നോക്കാം. ഡ്രോയിങ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് 5 മാർക്സ്. മാർക്കിംഗ്
സെക്ഷൻ ലൈൻ 3 മാർക്സ്. സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്തതിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ 5 + 3 8 മാർക്സ് കിട്ടി. സെക്ഷണൽ ടോപ്പ് വ്യൂ, ഈ സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 1 2 3 4 5 വരയ്ക്കുന്നതിന് 4 മാർക്സ്. ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ വരയ്ക്കുന്നതിന് 4 മാർക്സ്. പ്രോപ്പർ ഡയമെൻഷൻ ചെയ്യേണ്ടത് 65 20, ഈ ആംഗിൾ 40 ഡിഗ്രി, സൈഡിൻ ലെങ്ത് 30, 2 മാർക്സ്. ജനറൽ നീറ്റ്നെസ് 2 മാർക്സ്. ഒരു നോട്ട് ഉണ്ട്, ഇഫ് സിമ്പിൾ പൊസിഷൻ ഈസ് റോങ് ജസ്റ്റ് ഗീവ് 6 മാർക്സ് ഓൾദോ ദ സെക്ഷണൽ എലിവേഷൻ, സെക്ഷണൽ പ്ലാൻ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷണൽ സോൾസ് ആർ ഡ്രോൺ. അതായത് സിമ്പിൾ പൊസിഷൻ തെറ്റി, അതായത് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് പാരലിന് പകരം എഡ്ജ് പെർപെൻഡിക്കുലറായിട്ട്, അതായത് പെൻറ്റഗൺ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ പെൻറ്റഗൺ വരച്ചു കഴിഞ്ഞാൽ എന്നിട്ട് കംപ്ലീറ്റ് ആൻസറും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 6 മാർക്സ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ തെറ്റാണ്, ബട്ട് 6 മാർക്സ് വരെ കൊടുക്കാം എന്ന് ആൻസർ കീയിൽ തന്നിട്ടുണ്ട്.